കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you. ഹായ് ഓൾ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള BEGS 186, അതായത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പേപ്പറിന്റെ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. സോ മെയിൻ ആയിട്ട് നമ്മൾ മുൻകാല ചോദ്യ പേപ്പർ എന്ന് പറയുമ്പോൾ ജൂൺ 2022, ഡിസംബർ 2022 ആൻഡ് ജൂൺ 2023 ഈ ഒരു ഇയേഴ്സിൽ വരുന്ന പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമുക്കറിയാം, നമ്മളുടെ എക്സാം പേപ്പർ എന്ന് പറയുന്നത് കുറെ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഒന്ന് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്, പിന്നെ ഷോർട്ട് നോട്ട്സ് ആണ്, പിന്നെ ഗ്രാമർ എക്സസൈസസ് ആൻഡ് പ്രാക്ടിക്കൽ റൈറ്റിംഗ് ടാസ്ക് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പാസേജ് ഉണ്ടാവും ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അത് നമ്മൾ വായിച്ചിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് നമ്മൾ ആൻസേഴ്സ് എഴുതണം. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആയിരിക്കും. നമുക്ക് പഠിക്കാൻ തന്നെ ഉള്ള ടോപ്പിക്സിൽ നിന്ന് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ പോലെ എഴുതുന്നതാണ് നമ്മളുടെ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഗ്രാമർ എക്സസൈസസ് ആണ്. അതിൽ മെയിൻ ആയിട്ടും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ്, കമ്പാരിറ്റീവ് ഓർ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് എക്സസൈസസ്, ഇതൊക്കെയാണ് നമ്മളുടെ ഗ്രാമർ എക്സസൈസിന്റെ ആ ഒരു സെക്ഷനിൽ വരുന്നത്. ആൻഡ് ഫൈനലി നമുക്കൊരു പ്രാക്ടിക്കൽ റൈറ്റിംഗ് ടാസ്ക് ഉണ്ടാവും. അത് മേ ബി ഒരു ഇമെയിൽ പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡയലോഗ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈപ്പോതെറ്റിക്കൽ സിനാരിയോനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ് എഴുതുന്നതായിരിക്കാം. ഇങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് സെക്ഷൻസ് ഡിവൈഡ് ചെയ്തിട്ട് കാണാറുള്ളത്. ആൻഡ് നമുക്കറിയാം, നമ്മളുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ നമുക്ക് 3 ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് 3 ബ്ലോക്കിലും നമുക്ക് യൂണിറ്റ്സും വേറെ വരുന്നുണ്ട്. ആൻഡ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ദ ബിസിനസ് വേൾഡ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത്. സോ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഗ്രീറ്റിംഗ്സ്, സ്മോൾ ടോക്ക്, ബിസിനസ് ഓർഗനൈസേഷൻസ്, ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഈ ഒരു ഏരിയ ആണ് നമ്മുടെ ബ്ലോക്ക് 1 നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇൻ ബിസിനസ് കോണ്ടെക്സ്റ്റ് 1 എന്നുള്ളതാണ്. സോ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് ടെലിഫോൺ സ്കിൽസ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ് എന്നീ ഭാഗങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഇൻ ബിസിനസ് കോണ്ടെക്സ്റ്റ് 2, അതാണ് നമ്മളുടെ ബ്ലോക്ക് 3 എന്ന് വരുന്നത്. സോ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഡ്രാഫ്റ്റിംഗ് പ്രപ്പോസൽസ്, റൈറ്റിംഗ് ബിസിനസ് പ്രോജക്ട് പ്രപ്പോസൽസ്, ഇമ്പോർട്ടൻസ് ഓഫ് റിപ്പോർട്ട്സ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിലും ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി അനാലിസിസ് ഓഫ് എക്സാം പേപ്പേഴ്സ്. ജൂൺ 2022 എക്സാമിൽ ഉണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് ആണ്. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നെയാണ് വരുന്നത്. ആൻഡ് അവിടെ നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻസ് ആൻഡ് പ്രോസസ് ഓഫ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ഇവിടെ സിലബസ് കവറേജ് വരുന്നത് യൂണിറ്റ്സ് റിലേറ്റഡ് ടു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പിൾ ആണ്. പിന്നെ ഷോർട്ട് നോട്ട്സ് ഏരിയയിൽ വരുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഹാപ്റ്റിക്സ്, ഫീഡ്ബാക്ക്, ഫോർമൽ വേഴ്സസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു ഏരിയാസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് സിലബസ് കവറേജ് വരുന്നത് ജനറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഗ്രാമർ എക്സസൈസിന്റെ അവിടെ വരുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ടെൻസസ്, ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ്, കമ്പാരിറ്റീവ് ഓർ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ്, ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് സിലബസ് കവറേജ് വരുന്നത് നമ്മുടെ ലാംഗ്വേജ് ഫോക്കസ് ആൻഡ് ഗ്രാമർ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ലാസ്റ്റ് സെക്ഷനിൽ വരുന്ന പ്രാക്ടിക്കൽ റൈറ്റിംഗ് ടാസ്കിൽ നമുക്ക് റൈറ്റിംഗ് ഓർ ഷോർട്ട് നോട്ട് അബൌട്ട് എ പേഴ്സണൽ അച്ചീവ്മെന്റ്. സോ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് കവർ ചെയ്യേണ്ടത് നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള ഒരു ഏരിയ ആണ്.
ഇനി നമ്മുടെ ഡിസംബർ 2022 എക്സാമിനേഷന്റെ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷന്റെ അവിടെ വന്നിട്ടുള്ളത് എക്സ്പ്ലെയിൻസ് ദ പ്രോസസ് ആൻഡ് കോമ്പണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ അവിടെ സിലബസ് കവറേജ് വരുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആൻഡ് ഷോർട്ട് നോട്ട്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി ഇൻ കമ്മ്യൂണിക്കേഷൻ, ജോബ് പ്രൊഫൈൽ കോമ്പോണൻസ്, ഈ ഒരു ഏരിയാസ് ആണ് വരുന്നത്. ആൻഡ് സിലബസ് കവറേജ് എന്ന് പറയുന്നത് നമ്മുടെ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഇന്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ലാംഗ്വേജ് ഫോക്കസ് ഗ്രാമറും വരുന്നുണ്ട്. നമ്മുടെ ഗ്രാമറിന്റെ പാർട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ ആണ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ റൈറ്റിംഗ് ടാസ്കിന്റെ അവിടെയാണ്. സോ അവിടെ നമുക്ക് ഇമെയിൽ ഡിസ്ക്രൈബിംഗ് ദ ഷിഫ്റ്റ് ഫ്രം റൂറൽ ടു urban ലൈഫ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അവിടെ വന്നിട്ടുള്ളത്. സോ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് സിലബസ് കവറേജിൽ വരുന്ന സമയത്ത് റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസസ് എന്നുള്ളതാണ്. ആൻഡ് ജൂൺ 2023 എക്സാമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും റീഡിംഗ് കോംപ്രിഹെൻഷന്റെ അവിടെ വന്നിട്ടുള്ളത് ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ പ്രൊഫഷണൽ ഗ്രോത്ത് എന്നുള്ള ഒരു ഏരിയ ആണ്. സോ സിലബസ് കവറേജ് വരുന്നത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ ഷോർട്ട് നോട്ട്സിന്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ബോഡി ലാംഗ്വേജ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ ഇൻ ദ കോർപ്പറേറ്റ് വേൾഡ്, ഈ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഷോർട്ട് നോട്ട്സിന്റെ അവിടെ വന്നിട്ടുള്ളത്. ആൻഡ് സിലബസ് കവറേജ് എന്ന് വരുന്ന സമയത്ത് നമുക്ക് കാണാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ്, ഈ ഒരു ഏരിയ ആണ് നമ്മൾ അതിനായിട്ട് കവർ ചെയ്യേണ്ടത്. ആൻഡ് ഗ്രാമർ എക്സസൈസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആസ് യൂഷ്വൽ ടെൻസസ് ആൻഡ് ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് കമ്പാരിറ്റീവ് ഓർ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ്. സോ അതിന്റെ സിലബസ് കവറേജ് എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് ഫോക്കസ് ആൻഡ് ഗ്രാമർ തന്നെയാണ്. ആൻഡ് പ്രാക്ടിക്കൽ റൈറ്റിംഗ് ടാസ്കിൽ വരുന്നത് നമുക്ക് മെയിൻ ആയിട്ട് ഇമെയിൽ ഡിസ്ക്രൈബിംഗ് ദ എക്സ്പീരിയൻസ് ഓഫ് ആൻ ഇന്റേൺഷിപ്പ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. സോ സിലബസ് കവറേജ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് റൈറ്റിംഗ് സ്കിൽ, ജോബ് റെസ്പോൺസിബിലിറ്റി, സോ ഇത് നമ്മളുടെ പ്രീവിയസ് ഇയറിൽ നമുക്ക് ഏതാണ്ട് അതുപോലത്തെ ഒക്കെ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺ. ആൻഡ് നമ്മളുടെ പ്രാക്ടിക്കൽ സ്കിൽസിൽ നമ്മൾ എപ്പോഴും എംഫസിസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ എക്സാം പേപ്പറും നമുക്ക് എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ടാസ്ക് പോലത്തെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അതായത് റിയൽ വേൾഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സിനാരിയോ ബേസ്, അതായത് റൈറ്റിംഗ് ഇമെയിൽസ് അല്ലെങ്കിൽ നോട്ട്സ്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു പേഴ്സണൽ അച്ചീവ്മെന്റ്സിനൊക്കെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ റൈറ്റിംഗ്സ് എഴുതാനുള്ളത് വരും. സോ അതാണ് നമ്മളുടെ ഒരു പ്രാക്ടിക്കൽ സ്കിൽസ് എന്നുള്ള ഭാഗത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് എംഫസിസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഗ്രാമറിന്റെയും ലാംഗ്വേജ് ഫോക്കസസിന്റെ അവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഗ്രാമർ എക്സസൈസ് ആയിരിക്കും വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നതിൽ നമുക്ക് എന്ത് ടോപ്പിക്സും വരാം, വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ചോദിക്കുന്നുണ്ട്. അത് തിയറിറ്റിക്കലും പ്രാക്ടിക്കലും ഏത് ടൈപ്പും വരാം. സോ ഈ ഒരു കാര്യങ്ങളാണ് നമ്മളെ പേപ്പറിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. നോട്ടബിൾ ഒബ്സർവേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഫീഡ്ബാക്ക്. So, questions related to feedback appear consistently, indicating its significance in the communication process. So, feedback-നെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഡൈവേഴ്സ് കമ്മ്യൂണിക്കേഷൻ ഫോം, ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആർ ഫ്രീക്വന്റ്ലി അഡ്രസ്ഡ്, ഹൈലൈറ്റിംഗ് ദ കോംപ്രിഹെൻസീവ് നേച്ചർ ഓഫ് ദ സിലബസ്. ഇത് പിന്നെ നമ്മളുടെ ഒരു ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. അപ്പൊ നമുക്ക് ഇത് എടുത്തു നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും 3 ഇയർ, അതായത് ഡിസംബർ 2022, ജൂൺ 2022 ആൻഡ് ജൂൺ 2023, ഈ 3 ഇയേഴ്സിലുള്ള നമ്മളുടെ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഒരു വെയിറ്റേജ് ആണ്, ബ്ലോക്ക് വൈസ് വെയിറ്റേജ് ആണ്. നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ്ട് 3 കൊല്ലവും ആ ബ്ലോക്സിൽ നിന്നൊക്കെ നമുക്ക് ഈക്വൽ വെയിറ്റേജിൽ തന്നെയാണ് മാർക്സ് വന്നിട്ടുള്ളത് എന്നാണ്. സോ ഇതിന്റെ ഒരു അനാലിസിസ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും the analysis aims to understand the frequency and distribution of questions from each block in BEGS 186 syllabus across the provided exam papers. The syllabus is divided into 3 blocks: understanding the business world, communication and business context 1, communication and business context 2. So ഇതാണ് നമ്മളെ ബ്ലോക്ക് ഡിവിഷൻ വരുന്നത്. ആൻഡ് ഇത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഞാൻ പറഞ്ഞ 3 ഇയേഴ്സ്, അതായത് ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023, ഈ 3 ഇയറിലും നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. മെയിൻ ആയിട്ട് ഞാൻ നേരത്തെ ആ ഗ്രാഫിൽ പറഞ്ഞു, നമുക്ക് ആ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഈക്വൽ വെയിറ്റേജ് ആണ് എല്ലാ ബ്ലോക്കിൽ നിന്നും വന്നിട്ടുള്ളത്. സോ ബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ. Each exam paper includes an equal number of questions from all 3 blocks.
അതുപോലെ തന്നെ നമ്മൾ ജൂൺ 2022 എന്നുള്ളതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ വരുന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റും ഈച്ച് ബ്ലോക്കിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഡിസംബർ 2022ലും സെയിം തന്നെയാണ്, ഈച്ച് ബ്ലോക്കിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് വീതം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂൺ 2023 നമുക്ക് നോക്കുന്ന സമയത്ത് ഈച്ച് ബ്ലോക്കിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ബ്ലോക്ക് വൈസ് നോക്കുന്ന സമയത്ത് ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അതുപോലെ തന്നെ ഒരു there is a consistent distribution pattern across all the exam. This suggests a balanced approach in assessing different areas of the syllabus. അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് മാർക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈക്വൽ തന്നെയാണ്. സോ നമ്മൾ എല്ലാ ഏരിയാസും ഒരുപോലെ തന്നെ കവർ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഇയറിലുള്ള ഒരു റോ ഡേറ്റ അനാലിസിസ് പോലെ കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങളുടെ നേരത്തെ ഞാൻ പറഞ്ഞത് അതൊരു നിങ്ങൾക്കൊരു ബോക്സിൽ പോലെ തന്നിട്ടുള്ളതാണ്. ഏതൊക്കെ ബ്ലോക്കിൽ നിന്നും എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് എന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈക്വൽ വെയിറ്റേജ് തന്നെയാണ് നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ ബ്ലോക്കിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് വീതം തന്നെയാണ് എല്ലാ ഇയറും ചോദിച്ചിട്ടുള്ളത്. ഇത് പിന്നെ യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. ഇതിൽ ഓരോ യൂണിറ്റിലും എങ്ങനെയാണെന്നാണ് ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഗ്രാഫിൽ ഈക്വൽ തന്നെയാണ്, എല്ലാ യൂണിറ്റും ഒരേപോലെ ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. സോ നമ്മൾ ആ ഗ്രാഫ്സ് ഒക്കെ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. The section provides a detailed analysis of the frequency and distribution of questions targeting each unit within block over multiple exam periods. അത് ഇയേഴ്സ് ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. The analysis helps in understanding which units are emphasized more frequently in the exams. So, key observations നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് ബാലൻസ്ഡ് യൂണിറ്റ് കവറേജ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ യൂണിറ്റും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാ എക്സാംസിൽ നിന്നും എല്ലാ യൂണിറ്റ്സും കവർ ചെയ്യുന്ന പോലെ തന്നെയാണ് അവർക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? a uniform approach in testing various topics. ഇത് നിങ്ങൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു എന്നുള്ള പോലത്തെ ഒരു ഷ്യൂരിറ്റി ഉള്ള പോലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. കൺസിസ്റ്റന്റ് ഡിസ്ട്രിബ്യൂഷൻ. Units like business organizations, ratings, importance of small talk in business, and jobs and responsibilities in the block, understanding the business world have equal representation across all the 3 exams. So ഈ ഒരു യൂണിറ്റ്സിൽ നിന്ന് നമുക്ക് ഈക്വൽ റെപ്രസെന്റേഷൻ തന്നെയാണ് വരുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. യൂണിഫോം എംഫസിസ് ഇൻ കമ്മ്യൂണിക്കേഷൻ കോണ്ടെക്സ്റ്റ്. യൂണിറ്റ്സ് ലൈക്ക് using telephone at the workplace, understanding internal business correspondence 1 and 2, and understanding external business correspondence 1 in the block communication in business context 1 show consistent representation. So consistent ആയിട്ട് ഈ ഭാഗത്തിൽ നിന്നാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നുകൊണ്ടിരിക്കുന്നത്. And similarly, units like drafting business reports, framework for drafting proposals, understanding the importance of reports 1, and writing business project proposal in the block communication in business context 2 are uniformly represented. So ഈ ഒരു ഏരിയ നമ്മുടെ യൂണിറ്റ് 3 ബ്ലോക്ക് 3യിൽ നിന്നും ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് എപ്പോഴും യൂണിഫോം ആയിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്ത് ഈക്വൽ ആയിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ ഓരോ ബ്ലോക്ക് വൈസ് ഓരോ യൂണിറ്റ് വൈസും ഓരോ ഇയറും എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നാണ്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്ലോക്ക് 1 അതായത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിസിനസ് കോണ്ടെക്സ്റ്റ് 1 എന്നുള്ള ആ ഒരു ബ്ലോക്കിലത്തെ ഫസ്റ്റ് യൂണിറ്റ് യൂസിങ് ടെലിഫോൺ അറ്റ് ദ വർക്ക് പ്ലേസ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡിസംബർ 22ലും ജൂൺ 22ലും ആൻഡ് ജൂൺ 23 ഈ 3 ഇയേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്തും ഈക്വൽ വെയിറ്റേജിൽ തന്നെയാണ് മാർക്സ് വന്നിട്ടുള്ളത്. ഒറ്റ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് യൂണിറ്റിൽ നിന്നും വന്നിട്ടുള്ളത്. അതുപോലെ സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഇന്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ് അതിലും നിങ്ങൾക്ക് ഈക്വലി 1 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ബ്ലോക്ക് വരുന്ന സമയത്തും അതിൽ ഓരോ യൂണിറ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മാർക്സ് എത്ര ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വന്നിട്ടുള്ളത്. അതായത് എല്ലാ ബ്ലോക്കിൽ നിന്നും നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇത് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എല്ലാ ഇയറും നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ എല്ലാ യൂണിറ്റും എല്ലാ ബ്ലോക്കും ഇമ്പോർട്ടന്റ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആൻഡ് ഇത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫ് റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ
ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ദ ബിസിനസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രീറ്റിംഗ്സ്, അതായത് കൺസിസ്റ്റന്റ്ലി കവേർഡ് വിത്ത് ആൻ ആവറേജ് ഓഫ് 0.33 മാർക്സ്. സോ ഒരു ആവറേജ് ഓഫ് 0.33 മാർക്സ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്മോൾ ടോക്ക് ഇൻ ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് അത്ര തന്നെയാണ് 0.33 മാർക്സ് എന്നുള്ള ഒരു ആവറേജ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിസിനസ് കോണ്ടെക്സ്റ്റ് 1 അതായത് നിങ്ങളുടെ ബ്ലോക്ക് 2 അതിൽ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസ് ഓർഗനൈസേഷൻസ്, ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, യൂസിങ് ടെലിഫോൺ അറ്റ് ദ വർക്ക് പ്ലേസ്, ഇതിൽ നിന്നും നിങ്ങൾക്ക് യൂണിറ്റ് അതായത് ബിസിനസ് ഓർഗനൈസേഷനും ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് ആ ഒരു ആവറേജ് ഓഫ് 0.33, അതായത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളും. മുകളിൽ പറഞ്ഞിട്ടുള്ള ഗ്രീറ്റിംഗ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്മോൾ ടോക്ക് ഇൻ ബിസിനസ് എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്കിലത്തെ, പിന്നെ സെക്കൻഡ് ബ്ലോക്കിലത്തെ ആദ്യത്തെ രണ്ട് ടോപ്പിക്കും നിങ്ങൾക്ക് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും വരുന്നത് തന്നെയാണ്. ബട്ട് നിങ്ങളുടെ യൂസിങ് ടെലിഫോൺ അറ്റ് ദ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് ലെസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ബട്ട് നിങ്ങൾ അത് പഠിക്കണം, അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ ഫ്രീക്വന്റ്ലി റിപ്പീറ്റഡ് അല്ല എന്നുള്ള ഒരു കാര്യം. അപ്പൊ അതാണ് ഇതിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത്, അതായത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിസിനസ് കോണ്ടെക്സ്റ്റ് 2 എന്നുള്ളതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എക്സ്റ്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ് എന്നുള്ള ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഇന്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ് 1 and 2 ഇതിൽ നിന്നും നിങ്ങൾക്കും ആ ഒരു ആവറേജ് ഓഫ് 0.33 മാർക്സ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. സോ ഈ ഏരിയസ് ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് overview. This section aims to identify questions or topics that recur across different exams, analyze the patterns of their occurrence, and suggest which repeated questions or topics might appear in the next exam based on their frequency. So, ഇനി നിങ്ങളുടെ റിപ്പീറ്റഡ് ആയിട്ട് മുന്നേ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ബേസ് ചെയ്ത് ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനിലുള്ള ആൻസേഴ്സ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സോ ഇതിൽ നിന്നുള്ള അനാലിസിസിൽ നിന്നുള്ള ഫൈൻഡിങ്സ് ആണ്. Based on the current data set and analysis, there are no topics that meet the criteria of appearing more than once across different exams. So, ഒരു ടോപ്പിക്കും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. Given that there are no recurring topics identified from the provided data, it suggests that the exam questions for BEGS 186 are designed to cover a broad range of topics without repeating specific questions across different exams. So, നിങ്ങളുടെ ഈ പേപ്പേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. ബട്ട് ഓരോ ടോപ്പിക്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഡിഫറെന്റ് മോഡൽ ചോദിക്കാം. ബട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. Recommendations for the future exams. While no specific recurring topics were found, students should focus on the following strategies to prepare effectively. കോംപ്രിഹെൻസീവ് കവറേജ്, അതായത് നിങ്ങൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അതായത് എൻറ്റയർ സിലബസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഷുവർ ആക്കുക. ഫോക്കസ് ഓൺ കീ യൂണിറ്റ്സ്. പേ അറ്റൻഷൻ ടു ദ യൂണിറ്റ്സ് ദാറ്റ് ആർ ഹെവിലി റെപ്രസെന്റഡ് സച്ച് ആസ് ഗ്രീറ്റിംഗ്സ്, ബിസിനസ് ഓർഗനൈസേഷൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇന്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ്. സോ ഈ യൂണിറ്റ്സ് ഒക്കെ നിങ്ങൾ ഒന്നും കൂടി സ്പെഷ്യൽ ആയിട്ട് ഫോക്കസ് ചെയ്യണം. കാരണം ഇതിൽ നിന്ന് സെയിം ക്വസ്റ്റ്യൻസ് വരണമെന്നില്ല, ബട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എന്തു ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളതാണ്. Practice diverse questions. Engage in practice questions that cover various topics to be well prepared for the variety of questions that may appear in the exam. So, നിങ്ങൾ വെറൈറ്റി, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രമല്ല, നിങ്ങളിപ്പോൾ ഓരോ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ആ മോഡലിലൊക്കെ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാം. അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. Conclusion. The analysis reveals that the BEGS 186 exam questions are distributed widely across different topics with no significant recurrence of specific questions. Students should aim for a holistic preparation approach covering all units and topics thoroughly to ensure success in future exams. So, ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ റിക്കറന്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സും അങ്ങനെയൊന്നുമില്ല, ബട്ട് നിങ്ങൾ എല്ലാം ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻസ് നൽകിയിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു യൂണിറ്റ്സ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് അറ്റ് ദ സെയിം ടൈം എല്ലാ പോർഷൻസും ഒരുപോലെ നിങ്ങൾ കവർ ചെയ്തു എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ആ ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ. High frequency topics. From the analysis, the following topics have been covered frequently in the past exams.
സോ ഫസ്റ്റ് ഗ്രീറ്റിംഗ്സ്, നമ്മളെ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്നത്. സോ അവിടെ വാം അപ്പ്, റീഡിംഗ്, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്, ലാംഗ്വേജ് ഫോക്കസ്, ഈ ഒരു ഏരിയാസ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങളുടെ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ യൂണിറ്റിൽ തന്നെ വരുന്ന ആ യൂണിറ്റ് നിങ്ങൾ മെയിൻ ആയിട്ട് അതിലെ വാം അപ്പ്, റീഡിംഗ് ഫേമസ് ഓൺടർപ്രിനേഴ്സ്, ലിസണിങ്, ഗ്രാമർ, WH ക്വസ്റ്റ്യൻസ്. അതുപോലെ പിന്നെ വരുന്നത് ജോബ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ നിങ്ങൾ മെയിൻ ആയിട്ട് വാം അപ്പ്, റീഡിംഗ്, ജോബ് പ്രൊഫൈൽസ്, ലിസണിങ്, പിന്നെ ഗ്രാമർ, ഈ ഒരു ഭാഗങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ യൂസിങ് ടെലിഫോൺ അറ്റ് ദ വർക്ക് പ്ലേസ് എന്നുള്ള ആ ഒരു നിങ്ങളുടെ സെക്കൻഡ് ബ്ലോക്കിൽ വരുന്ന സമയത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ, എല്ലാ പേപ്പറിലും റീഡിംഗ് കോംപ്രിഹെൻഷൻ വരുന്നത് തന്നെയാണ്, ബട്ട് റിപ്പീറ്റഡ് ആയിട്ടല്ല, നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് പാസേജസ് ആയിരിക്കും അതിൽ തരിക. അതുപോലെ തന്നെ ഇഫക്റ്റീവ് ലിസണിങ് സ്കിൽസ്, ഇഫക്റ്റീവ് സ്പീക്കിംഗ് സ്കിൽസ്, ടെലിഫോൺ എറ്റിക്വറ്റ്, ഈ ഒരു കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ആ ബ്ലോക്കിൽ തന്നെ വരുന്ന അണ്ടർസ്റ്റാൻഡിങ് ഇന്റേണൽ ബിസിനസ് കറസ്പോണ്ടന്റ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിങ്ങൾ മെയിൻ ആയിട്ട് വാം അപ്പ്, ലാംഗ്വേജ് ഫോക്കസ്, റീഡിംഗ് ലെറ്റേഴ്സ്, മീമോസ്, ഓഫീസ് ഓർഡേഴ്സ് ആൻഡ് സർക്കുലേഴ്സ്, അതുപോലെ തന്നെ വൊക്കാബുലറി, ഇഡിയംസ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. Predicted topics for upcoming exams. So based on the frequency and pattern of topics in previous exams, the following topics are predicted to have a high likelihood of appearing in upcoming exams. So മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് ഇനി വരാൻ പോകുന്ന എക്സാംസിൽ കൂടുതലുമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന കുറച്ച് ഏരിയാസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്നത്, അണ്ടർസ്റ്റാൻഡിങ് ദ ബിസിനസ് വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിലെ ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്ന സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലുള്ള topics such as warm up, reading, listening and speaking have consistently appeared. So ഈ ഒരു ഏരിയാസിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അവിടെ നിങ്ങൾ റീഡിംഗ് ഫേമസ് ഓൺടർപ്രിനേഴ്സ്, ഗ്രാമർ, WH ക്വസ്റ്റ്യൻസ് ആർ ലൈക്ലി കാൻഡിഡേറ്റ്സ്, ഇതൊക്കെ നിങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഏരിയാസ് ആണ്. അതുപോലെ തന്നെ ജോബ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് റീഡിംഗ്, അതായത് ജോബ് പ്രൊഫൈൽസ് ആൻഡ് ഗ്രാമർ, വെർബ്സ് ഡിസ്ക്രൈബിംഗ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ആർ ഫ്രീക്വൻലി ടെസ്റ്റഡ്, ഇതൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് അതുപോലെ തന്നെ യൂസിങ് ടെലിഫോൺ അറ്റ് ദ വർക്ക് പ്ലേസ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ്, അതായത് നിങ്ങളുടെ സെക്കൻഡ് ബ്ലോക്കിൽ വരുന്നത്, അവിടെ നിങ്ങൾ മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. ബേസിക് ടെലിഫോൺ സ്കിൽസ് ആൻഡ് ഇഫക്റ്റീവ് സ്പീക്കിംഗ് സ്കിൽസ് ആർ പ്രോബബിൾ. അതുപോലെ തന്നെ പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഇന്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ് വൺ, അതായത് നിങ്ങളുടെ സെക്കൻഡ് ബ്ലോക്കിൽ വരുന്നത്, അതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ലാംഗ്വേജ് ഫോക്കസ്, ഫ്രേസൽ വേർബ്സ്, റീഡിംഗ്, ലെറ്റേഴ്സ്, മീമോസ്, ഓഫീസ് ഓർഡേഴ്സ് ആൻഡ് സർക്കുലേഴ്സ് ആർ കോമൺലി കവേർഡ്. ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഷൻ, ബൈ ഫോക്കസിംഗ് ഓൺ ദ above topics, students can better prioritize their study efforts and improve their chances of performing well in the upcoming exams. This prediction is based on the historical data and observed patterns, providing a strategic approach to exam preparation. So അതാണ് നിങ്ങൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എവിടെയൊക്കെ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. സോ കോംപ്രിഹെൻസീവ് നോട്ട് ടു ലേണേഴ്സ്, ഇത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നിങ്ങളുടെ ആ ഒരു പേപ്പറിനെ എവിടേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്, കീ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി എഫേർട്സ് ഒന്നും കൂടി പ്രയോറിറ്റൈസ് ചെയ്തിട്ട്, അതുപോലെ നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് അനാലിസിസും കാര്യങ്ങളൊക്കെയാണ്. സോ അതൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ വരുന്നത്. Key focus areas based on the analysis of the previous exam papers, the following units and topics are identified as high frequency and are likely to appear in the upcoming exam. It is crucial to concentrate on these areas to maximize your preparation. So ഓരോ യൂണിറ്റ്, ഓരോ ബ്ലോക്ക് വൈസ് ആണ് ഇതിപ്പോ പറയാൻ പോകുന്നത്. അതായത് ഇപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ദ ബിസിനസ് വേൾഡ് എന്ന് പറയുന്ന നിങ്ങളുടെ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് ഗ്രീറ്റിംഗ്സ്, അതായത് വാം അപ്പ്, ഗ്രീറ്റിംഗ്സ് സെക്ഷനിൽ വരുന്ന വാം അപ്പ്, അതുപോലെ തന്നെ റീഡിംഗ്, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്, ലാംഗ്വേജ് ഫോക്കസ്. അതുപോലെ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ നിങ്ങൾക്ക് വാം അപ്പ്, റീഡിംഗ്, ലിസണിങ്, ഗ്രാമർ, WH ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ യൂണിറ്റ് 3 വരുന്ന ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ നിങ്ങൾക്ക് വാം അപ്പ്, റീഡിംഗ്, ലിസണിങ്, ഗ്രാമർ. അതുപോലെ നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യൂസിങ് ടെലിഫോൺ അറ്റ് ദ വർക്ക് പ്ലേസ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഇഫക്റ്റീവ് ലിസണിങ് സ്കിൽസ്, ഇഫക്റ്റീവ് സ്പീക്കിംഗ് സ്കിൽസ്, ടെലിഫോൺ എറ്റിക്വറ്റ്, ഈ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ
അണ്ടർസ്റ്റാൻഡിങ് ഇന്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ് 1 എന്നതിൽ നിങ്ങൾ വാം അപ്പ് ലാംഗ്വേജ് ഫോക്കസ് റീഡിങ്, അതായത് ലെറ്റേഴ്സ്, മീമോസ്, ഓഫീസ് ഓർഡേഴ്സ് ആൻഡ് സർക്കുലേഴ്സ്, അതുപോലെ തന്നെ വൊക്കാബുലറി, ഇഡിയംസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ലാസ്റ്റ് സെക്ഷൻ, അതായത് ബ്ലോക്ക് 3 നിങ്ങൾ മെയിൻ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് എക്സ്റ്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ്, അതിൽ വാം അപ്പ് റീഡിങ്, വൊക്കാബുലറി, ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് പിന്നെ ബിസിനസ് ഡ്രാഫ്റ്റിംഗ് ബിസിനസ് റിപ്പോർട്ട്സ്, ഇതിൽ നിങ്ങൾ വാം അപ്പ് റീഡിംഗ്, റൈറ്റിംഗ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, ഗ്രാമർ, അതായത് വെർബ്സ് ഡിസ്ക്രൈബിംഗ് ജോബ് റെസ്പോൺസിബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് കടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി ടിപ്സ് ആണ്. കോംപ്രിഹെൻസീവ് കവറേജ് ഞാൻ പറഞ്ഞോളൂ, നിങ്ങളുടെ എല്ലാ ബ്ലോക്കും എല്ലാ യൂണിറ്റും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ്, നേരത്തെ പറഞ്ഞിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഡൈവേഴ്സ് ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ SLML അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾ ഗൂഗിളിലൊക്കെ റെഫർ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ കിട്ടും. അതൊക്കെ ഒന്ന് നിങ്ങൾ എടുത്തിട്ട് വായിച്ചു നോക്കുക, അതൊക്കെ ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുപോലെ യൂസ് പാസ് പേപ്പേഴ്സ്, മുന്നേ ഉണ്ടായിരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പാറ്റേൺസും എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെ ഒന്നുകൂടി നന്നായി മനസ്സിലാവും. നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഐഡിയ ഉണ്ടാവും. അതുപോലെ സ്ട്രെങ്ത് ആൻഡ് ഫണ്ടമെന്റൽസ്, അതായത് നിങ്ങളെ ഗ്രാമർ, ലാംഗ്വേജ് സ്കിൽസിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക. അത് നിങ്ങളുടെ പ്രൊഫിഷ്യൻസി, അത് നിങ്ങളുടെ ആ ഒരു ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓരോ ഗ്രാമേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതൊക്കെ നിങ്ങളൊന്ന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട എത്ര സമയം കൊണ്ടാണ് എന്നുള്ള ആദ്യം നിങ്ങൾക്ക് ആ ഒരു പ്ലാനിങ് വേണം. ആ പ്ലാനിങ് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോവാൻ വേണ്ടിയിട്ട്. സോ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടൈം മാനേജ്മെന്റ് ഡ്യൂറിങ് എക്സാംസും നമ്മൾ പഠിക്കുന്ന സമയത്ത് രണ്ടും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ മോഡ്യൂൾ അല്ലെങ്കിൽ ഓരോ യൂണിറ്റും കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര ടൈമാണ്, ഓരോ ബ്ലോക്കിന് ഇത്ര ടൈം, നിങ്ങൾ അത് ആദ്യം ഡിവൈഡ് ചെയ്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നെ വേണം. പിന്നെ വരുന്നത് ആക്റ്റീവ് ലേണിംഗ് ആണ്. പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻ, സ്റ്റഡി ഗ്രൂപ്പ്, കമ്പൈൻഡ് സ്റ്റഡി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പഠിക്കുന്നതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ബോറടി ഒക്കെ മാറ്റി നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കുന്നതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ കൺക്ലൂഷൻ, by focusing on the high frequency topics and following the study tips provided, you can prioritize your study efforts and enhance your exam preparation. Remember to cover all topics comprehensively and practice regularly to build confidence and improve your performance in BEGS 186 Business Communication exam. Good luck with your studies and the upcoming exam. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഇത് നിങ്ങളുടെ ആ ഒരു മോഡലാണ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡലിലാണ് അത് പറയാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ടോട്ടൽ ഒരു 100 മാർക്സിന്റെ പേപ്പർ ആണ് ഉണ്ടാവുക, നിങ്ങൾക്ക് അറിയാലോ. ആൻഡ് ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. സോ ഇതിന്റെ ആൻസർ നിങ്ങളുടെ ആപ്പിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡലാണ് കേട്ടോ ഇത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷനിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സോ ഒരു പാസേജ് തന്നിട്ട് നിങ്ങൾക്ക് അത് വായിച്ചിട്ട് അതിലെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് അതൊരു 3 സെക്ഷൻ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. സെക്ഷൻ ABC എന്ന് പറഞ്ഞിട്ട് എയിൽ നിങ്ങൾക്ക് കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും, ഒരു 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് ആ ഒരു പാസേജിൽ നിന്ന് നിങ്ങൾക്ക് വേർഡ് പിക്ക് ചെയ്തിട്ട് അതിന്റെ ഈ പാസേജിൽ നിന്ന് നിങ്ങൾക്ക് സെയിം വേർഡ്, അതായത് പിക്ക് ഔട്ട് വേർഡ്സ് ഫ്രം ദ പാസേജ് വിച്ച് മീൻ ദ സെയിം ആസ് ദ ഫോളോയിങ്, ഈ സെയിം വേർഡ് വരുന്ന മീനിങ് നിങ്ങളുടെ പാസേജിൽ ഉണ്ട്. സോ അത് പിക്ക് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ആൻഡ് നിങ്ങൾ ലാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു സെക്ഷൻ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ളത് നിങ്ങളൊന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതാനുള്ളതാണ് നെക്സ്റ്റ് സെഷൻ വരുന്നത്. സെക്ഷൻ ബി എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സിന്റെ ആണ്, അതായത് 20 മാർക്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് ഈ ഒരു താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ളതാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. പിന്നെ സെക്ഷൻ സി എന്ന് പറയുന്നത് ഗ്രാമർ ആൻഡ് ലാംഗ്വേജ് ഫോക്കസ് ആണ്. ഇതിന്റെ വെയിറ്റേജ് വരുന്നത് 20 മാർക്സ് തന്നെയാണ്. സോ ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് ഗ്രാമർ, അതൊരു പാസേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയാണ് തന്നിട്ടുള്ളത്. സോ ഇതിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ടെൻസ് അല്ലെങ്കിൽ ഇത് ഏതാണ് എന്നൊക്കെയാണ് നിങ്ങൾ ഇതിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പാസേജ് തന്നിട്ട് നിങ്ങൾ അത് ഫിൽ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിന് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൽ കുറച്ച് ആൻസേഴ്സ് പോലെ തന്നിട്ടുണ്ട്. അതിൽ ഓരോത്തിനും ഓരോ ക്വസ്റ്റ്യൻസ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. സോ WH വേർഡ്സിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു
ഇതിനു വേണ്ടി നിങ്ങൾ ഫ്രെയിം ചെയ്തെടുക്കണം. സോ അതാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഡ്ജക്റ്റീവ്സ്, നിങ്ങൾക്ക് കമ്പാരിറ്റീവ് ഓർ സൂപ്പർലേറ്റീവ് ഫോംസ് ഓഫ് അഡ്ജക്റ്റീവ്സ് എഴുതാനുള്ള. സോ നിങ്ങൾക്കൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയാണ് തന്നിട്ടുള്ളത്. സോ ഇതിന് നിങ്ങൾ അതുപോലെ തന്നെ ആൻസർ ചെയ്യുക. പിന്നെ വരുന്ന സെക്ഷൻ ഡി എന്ന് പറയുന്നത് റൈറ്റിംഗ് ടാസ്ക് ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളൊരു സിനാരിയോ ക്രിയേറ്റ് ചെയ്ത് ഒരു ഇമാജിനേറ്റീവ് സിറ്റുവേഷൻ വന്നിട്ട് അതിന് നിങ്ങൾ എങ്ങനെ അതിലെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, you have been promoted to the position of team leader. Write an email to your team announcing your new role and outlining your vision and goal for the team. So ഇത് ആക്ച്വലി നിങ്ങൾ ഒരു ഇമാജിനേറ്റീവ് സിറ്റുവേഷൻ, നിങ്ങൾ ഒരു ടീം ലീഡർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ ആ ഒരു മെയിൽ അയക്കുന്ന പോലെ ആ നിങ്ങളുടെ അണ്ടറിൽ വരുന്നുള്ള ബാക്കിയുള്ള എംപ്ലോയീസിന് നിങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങളുടെ ന്യൂ റോളിനെ കുറിച്ച് നിങ്ങൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ നിങ്ങളുടെ ഗോൾസും അതുപോലെ വിഷൻസും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മെയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇത് ക്വസ്റ്റ്യനിൽ വരുന്നത്. സോ അങ്ങനത്തെ നിങ്ങളുടെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിനാരിയോസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടത്. പിന്നെ വരുന്നത് ഒരു കേസ് സ്റ്റഡി ആണ്. ഇത് നിങ്ങൾക്ക് 20 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ABCDE എന്ന് പറഞ്ഞ പോലെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. സോ ഇതിന് 20 മാർക്സ് വെയിറ്റേജ് എന്നാണ് ഇതിന് വരുന്നത്. സോ ഇതാണ് നമ്മളുടെ ആ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് വരുന്നത്. സോ ഇതിന്റെ ആൻസേഴ്സ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഇതൊരു ക്വസ്റ്റ്യൻ നിങ്ങളെ മോഡൽ പോലെ ഒരു പാറ്റേൺ തന്നേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് നമ്മളുടെ ഈ ഒരു പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ്. അതായത് നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് ഇതിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിനെക്കാട്ടിലും മുന്നേ ആയിട്ട് പഠിച്ചതിന് ശേഷം കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും. സോ നിങ്ങൾ എക്സാംസ് ഒക്കെ അടുത്ത് വരികയാണ്. സോ നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.